നമ്മളെല്ലാവരും ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് നേരാറുണ്ട്. ഭഗവാനെ, ഈ കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നത് ചെയ്യാമെന്ന്. ചിലപ്പോൾ നമ്മൾ കുറച്ച് കോയിനോ കുറച്ച് പൈസയോ എടുത്ത് ഉഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാറുണ്ട്. ഇത് ചിലപ്പോൾ തിരക്കുകൾക്കിടയിലോ കാലഘട്ടം മാറുന്നതിനനുസരിച്ചോ കാലപ്പഴക്കം കൊണ്ടോ നമ്മൾ മറന്നു പോകാറുണ്ട്. ഇത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ വലിയ ഒരു ഭയം ഉണ്ടാക്കാറുണ്ട്. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് നേർന്ന് വെക്കാറുണ്ട്. ഓരോ തിരക്കുകളിൽപ്പെട്ട് നമ്മൾ അത് മറന്നു പോകുമ്പോൾ ഉള്ളിലൊരു ഭയം ഉണ്ടാകാറുണ്ട്. ഇതെനിക്ക് ദോഷമായി വരുമോ? കുടുംബത്തിൽ വല്ലതും സംഭവിക്കുമോ? ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ വഴിപാട് മുടങ്ങിയതിൻ്റെയാണോ? ഇങ്ങനെ 100 കൂട്ടം ചിന്തകൾ മനസ്സിൽ വരാറുണ്ടല്ലേ. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ വഴിപാട് നേരുമ്പോൾ പറയും, എൻ്റെ മകന് ജോലി കിട്ടിയാൽ ഈ വഴിപാട് ഞാൻ ചെയ്തു കൊള്ളാം, അല്ലെങ്കിൽ എൻ്റെ വീട് പണി പൂർത്തിയാക്കിയാൽ ഞാൻ ഭഗവാന് ഇന്നത് തന്നുകൊള്ളാം. ഈ കാര്യമൊന്നും നടന്നില്ല എങ്കിൽ നിങ്ങൾ ഭഗവാന് ഇതൊന്നും കൊടുക്കില്ല എന്നാണോ? വഴിപാട് എന്നത് ഭഗവാന് നൽകുന്ന കൈക്കൂലിയല്ല, അത് നമ്മളുടെ സമർപ്പണത്തിൻ്റെ അടയാളമാണ്. ഭഗവാന് ഇന്ന വഴിപാട് ചെയ്താലേ നിനക്ക് ഞാൻ ഇന്നത് നടത്തിത്തരൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടേയില്ല. ഭഗവാൻ സ്നേഹസ്വരൂപനാണ്. നമ്മൾ മനഃപൂർവ്വം ഭഗവാനെ പറ്റിക്കാൻ നോക്കുന്നില്ലല്ലോ. അബദ്ധവശാൽ മറന്നു പോകുന്നതല്ലേ. അത് ഒരു പാപമല്ല കേട്ടോ. പക്ഷേ ഒരു വാക്കു കൊടുത്താൽ അത് പാലിക്കുക എന്നത് നമ്മളുടെ ധർമ്മമാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരാവശ്യം വരുമ്പോൾ നമ്മൾ വലിയ വലിയ വഴിപാടുകൾ നേർന്നു വെക്കാതിരിക്കുക. ഒരു കൊയിൻ അല്ലെങ്കിൽ ഒരു നെയ്യ് അല്ലെങ്കിൽ ഒരു എണ്ണ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾ ചെയ്താൽ മാത്രം മതി. നമ്മൾ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ ഒരു പിടി നാണയം എടുത്ത് ഉഴിഞ്ഞു വെച്ചാലും മതി. പോകാറാകുമ്പോൾ അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുക. ഇനിയില്ല, വീട്ടിൽ ആരെങ്കിലും പോകുന്നവരുടെ കൈവശം കൊടുത്തു വിട്ടാലും മതി. നമ്മളുടെ കുടുംബത്തിൽ പ്രായമായ ഒരാൾ മരണാസന്നനായി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് കിടക്കുന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ പ്രശ്നം വെച്ച് നോക്കാറുണ്ട്. അപ്പോൾ പറയും, ഇന്ന വഴിപാട് പറഞ്ഞിരുന്നോ, ഇന്ന വഴിപാട് മുടങ്ങിക്കിടപ്പുണ്ടല്ലോ. പക്ഷേ ആ വ്യക്തിയോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അന്നേരം പരിഹാരമായി പറയാറുണ്ട്, ഒരു പിടി നാണയമെടുത്ത് ഒഴിഞ്ഞു വെക്കൂ എന്ന്. ഇങ്ങനെയുള്ള ഒരവസ്ഥകളും വരാതിരിക്കാൻ കഴിയുന്നതും വഴിപാടുകൾ നേർന്നു വെക്കാതെ ഇരിക്കുക. നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു നാണയം അവിടെ ഇട്ടാൽ മതി. ഇനി അതുമല്ല എങ്കിൽ പൂജാമുറിയിൽ വിളക്കിൻ്റെ മുമ്പിൽ ഒരു നാണയം വെച്ചിരുന്നാൽ മതി. ഇനി വഴിപാട് നേർന്നുപോയി മറന്നുപോയാൽ എന്ത് ചെയ്യണം എന്ന് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വഴിപാട് ഓർമ്മയില്ല എങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം കഴിയുന്നത്ര അതൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഏത് ക്ഷേത്രത്തിലേക്കാണെന്നോ ഏത് ഭഗവാനാണോ നിങ്ങൾ നേർന്നത് അതെങ്കിലും ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ ആ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഏതെങ്കിലും ഒരു വഴിപാട് നടത്തിയാൽ മതി. വിഷ്ണു ക്ഷേത്രമാണ് എങ്കിൽ പാൽപ്പായസം, ശിവനാണെങ്കിൽ ധാര, ദേവിക്കാണെങ്കിൽ നെയ്പായസം, അങ്ങനെ ചെയ്യുക. ഒപ്പം ഒരു പിടി നാണയം തലയ്ക്കൊഴിഞ്ഞ് ഭണ്ണാരത്തിലിടുക. ഒട്ടുമിക്ക ക്ഷേത്രത്തിലുമുള്ള ഒരു പുഷ്പാഞ്ജലിയാണ് അപരാധ പുഷ്പാഞ്ജലി. ഇതുകൂടി കഴിപ്പിക്കുക. എന്നിട്ട് അറിയാതെ പോയ തെറ്റുകൾ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ക്ഷമാപണ മന്ത്രം കൂടി ആ തിരുനടയിൽ നിന്ന് ജപിക്കുക. ക്ഷമാപണ മന്ത്രം എന്താണെന്ന് പറയാം. അതിനു മുന്നേ ഒന്ന് പറഞ്ഞോട്ടെ. ഭക്തി എന്നത് ഭയത്തിലല്ല, വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. വഴിപാട് മറന്നുപോയി എന്നോർത്ത് ഒരുപാട് ഭയപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. ഭഗവാൻ നിങ്ങളുടെ മനസ്സിലെ ഭക്തിയെയും പ്രാർത്ഥനയെയുമാണ് കാണുന്നത്. അത് വിശ്വാസത്തോടുകൂടി ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുക. തെറ്റുകൾ തിരുത്തുക, പരിഹാരങ്ങൾ ചെയ്യുക, വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക. അപ്പോൾ സകല ദോഷങ്ങളും ഭഗവാൻ തന്നെ മാറ്റിത്തരുന്നതാണ്. ഇനി ക്ഷമാപണ മന്ത്രം എന്താണെന്ന് പറയാം. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതമവിഹിതം വാ സർവമേ തക്ഷമസ്വ ശിവശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. നിങ്ങൾ ഏത് ക്ഷേത്രത്തിലാണ് വഴിപാട് നേർന്നത് എന്ന് മറന്നുപോയി എങ്കിൽ വീടിന് തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഒരു പിടി നാണയം തലയ്ക്കൊഴിഞ്ഞ് ഭണ്ഡാരത്തിൽ സമർപ്പിച്ച് ഈ മന്ത്രം ഭഗവാന്റെ നടയിൽ നിന്ന് ചൊല്ലി ഭഗവാനോട് ക്ഷമ യാചിച്ച് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് മടങ്ങിപ്പോരുക. ഇനി സമർപ്പണ മന്ത്രം. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ഈ മന്ത്രം ചൊല്ലി തികഞ്ഞ ഭക്തിയോടെ കാണിക്ക അർപ്പിച്ച് ഭഗവാന് മുന്നിൽ നമസ്കരിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഓരോ ഗൃഹങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സർവം കൃഷ്ണാർപ്പണമസ്തു.